നീന്തലറിയാതെ ഒരു വിദ്യാർത്ഥിയും മുങ്ങി മരിക്കരുത് എന്ന ലക്ഷ്യത്തിനായി പരിശ്രമിക്കുന്ന രക്ഷിതാക്കളെ പരിചയപ്പെടാം. പെരുവെമ്പ് രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണ് ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂൾ കായികാധ്യാപകൻ വേലുക്കുട്ടിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലിപ്പിക്കുന്നത്. വേനലവധിക്കാലത്ത് മുങ്ങിമരണങ്ങൾ നിത്യസംഭവമായി മാറിയതിനാൽ പെരുവെമ്പ് പഞ്ചായത്തിലെങ്കിലും ഒരു കുഞ്ഞും നീന്തലറിയാതെ മുങ്ങിമരിക്കരുത് എന്ന ലക്ഷ്യത്തിലാണ് പെരുവെമ്പ് രക്ഷിതാക്കളുടെ കൂട്ടായ്മ സൗജന്യ നീന്തൽ പരിശീലനവുമായി രംഗത്തുവന്നതെന്ന് ഭാരവാഹി എ കാജ ഹുസൈൻ പറഞ്ഞു. ഇത് ഒരു സൗജന്യ പരിശീലനം കൂടിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത് എല്ലാ വാർഡുകളിലും ഓരോ വാർഡ് നോക്കിയാൽ 10-15 കുളം വീതമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ പരിസരത്ത് ഒരു കായികാധ്യാപനം ഉണ്ടാവും, അല്ലെങ്കിൽ നീന്തലറിയാവുന്ന രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റ് യുവാക്കളോ ഉണ്ടാവും. അവർക്ക് 1 മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡിലോ കുട്ടികളെ നീന്തൽ വിദഗ്ധന്മാരാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ലോക റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു മുന്നൊരുക്കം കൂടെ ആയിട്ട് വേണം കരുതാനായിട്ട്. പ്രൈമറി തലം മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നീന്തൽ പഠിക്കാൻ രക്ഷിതാക്കൾ അവസരമൊരുക്കിയിട്ടുള്ളത്. പെരുവെമ്പ് ഗവൺമെന്റ് ആശുപത്രിക്ക് പുറകുവശത്തുള്ള കുളക്കുഴിയിലെ കുതിരക്കുളത്ത് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നു. നീന്തൽ അറിയാത്ത ഏതു പ്രായത്തിലുള്ള വിദ്യാർത്ഥിക്കും വേനലവധിക്കാലത്ത് സൗജന്യമായി പരിശീലനം നൽകുമെന്ന് കൂട്ടായ്മയുടെ ഭാരവാഹി എ സാദിഖ് പറഞ്ഞു. എൻ്റെ മനസ്സിൽ സ്വയം തോന്നിയ ഒരു ഇതാണ്, ഒരാളും കുളത്തിൽ മുങ്ങി മരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ദൗത്യത്തിൽ ഏർപ്പെടുകയും പല കുട്ടികൾ എന്നെ തേടി വന്നവർക്കൊക്കെ ഞാൻ സൗജന്യമായി നീന്തൽ പരിശീലനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവിടുത്തെ പാരൻസിൻ്റെ കൂട്ടായ്മയായ ഷാജഹാൻ, സാദിഖ് എന്നിവരുടെ സേവനം എനിക്ക് ഫുള്ള് ലഭിച്ചിട്ടുണ്ട്. വളരെ എക്യുപ്മെൻറ്റ്സോട് കൂടിയിട്ടാണ് ഈ നീന്തൽ പരിശീലനം ഈ കുതിരക്കുളത്ത് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. വൈകിട്ടാണ് പരിശീലനം. പഞ്ചായത്ത് അംഗങ്ങൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ എന്നിവയിലൂടെയാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സംരംഭം നിരവധി രക്ഷിതാക്കൾക്ക് ഗുണകരമാകുമെന്ന് രക്ഷിതാവ് അരുൺ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.